ഏഷ്യയുടെ ക്രിക്കറ്റ് രാജാക്കന്മാരെ ഇന്നറിയാം. ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതം ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും മുഖാമുഖം വന്നപ്പോൾ പാകിസ്ഥാനെ തകർക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഭാരതം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഏഷ്യ കപ്പിന്റെ 41 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30, അതായത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ടൂർണമെന്റിൽ അജേയരായാണ് ഇന്ത്യയുടെ വരവ്. ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചിരുന്നു. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയോട് ഗ്രൂപ്പ് സ്റ്റേജിൽ സൂപ്പർ ഫോറിലും ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അതിൻ്റെ ആത്മവിശ്വാസം, പാകിസ്ഥാനെ തകർത്തെറിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം ഇന്ത്യക്ക് കരുത്താകും. ഇന്ത്യയുടെ മികച്ച പ്രകടനം കാണാൻ കാണികൾ കാത്തിരിക്കുകയാണ്. നിറഞ്ഞു കവിയുന്ന ഗാലറിക്ക് മുന്നിലായിരിക്കും ഇന്ത്യയുടെ ഇന്നത്തെ പ്രകടനം. ഏഷ്യ കപ്പിലെ മറ്റ് മത്സരങ്ങൾ, ഇന്ത്യയുടേതൊഴികെയുള്ള മത്സരങ്ങളിൽ ഗാലറിയിൽ കാണികൾ കുറവായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ പ്രവൃത്തി ദിവസമാണെങ്കിൽ കൂടി ഗാലറി നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയാണ്, UAE അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ UAE വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും. UAE നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫൈനൽ കാണാൻ ഇവിടെ കാണികൾ എത്തിത്തുടങ്ങും. ഏതായാലും ഏഷ്യ കപ്പിൽ മികച്ച പ്രകടനം നടത്തി മുന്നേറുന്ന ഇന്ത്യ ഇന്ന് കപ്പ് ഉയർത്തുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. സഞ്ജു സാംസൺ ഫോമിൽ തിരിച്ചെത്തിയത് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള കളിയിൽ സഞ്ജു ഫോമിലേക്ക് മടങ്ങിയെത്തി. ഇന്നും അതുപോലൊരു മികച്ച പ്രകടനം സഞ്ജുവിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ടൂർണമെൻറ്റിലെ മൂന്നാം തവണയും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ. അതുതന്നെ സംഭവിക്കുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരും ക്രിക്കറ്റ് ആരാധകരും പറയുന്നത്. എന്തായാലും മികച്ചൊരു മത്സരം കാണാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. പാകിസ്ഥാനെ തകർത്ത് ഭാരതം കപ്പുയർത്തുന്നത് കാണാൻ ഏവരും കാത്തിരിക്കുന്നു. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.